Welcome to Exploring Talents Easy Recipe. Easy Recipe എന്നത്തെ പോലെ തന്നെയും ഈസി ആയിരിക്കും. അപ്പം നമുക്ക് എൻ്റെ കയ്യിൽ പുട്ട് പൊടി കഴിഞ്ഞു. അപ്പം പുട്ടുപൊടി വാങ്ങിച്ചതിരിപ്പില്ല. അപ്പം എങ്ങനെ പുട്ടുണ്ടാക്കാം, പുട്ടുപൊടി ഇല്ലാതെ എങ്ങനെ പുട്ടുണ്ടാക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരമ്മ സ്പെഷ്യലാണ്. നമുക്ക് ജോലി തിരക്കും അല്ലെങ്കിൽ ഇപ്പം ഓണ സീസൺ ടൈം നമുക്ക് പുട്ടുപൊടി കടയിൽ പോവാം, പുട്ടുപൊടി വാങ്ങിക്കുക എന്നുള്ളതൊന്നും പറ്റാതെ ഇരിക്കുന്ന ഈ സമയത്ത് നമുക്ക് പുട്ടുണ്ടാക്കാം. അതെങ്ങനെയാണെന്നല്ലേ അത് ഞാൻ പറഞ്ഞു തരാം. കിച്ചണിലോട്ട് പോവാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിൽ ബെലൈക്കൺ കാണാം. അതിൽ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ എത്തിപ്പെടും. അപ്പോൾ ഞാനിവിടെ അരിയും കടലയും വെള്ളത്തിലിട്ടിട്ടുണ്ട്. അരി രാത്രി ഓവർനൈറ്റ് കുതിർത്ത് വെച്ചത് വെക്കാണ് ഞാനിപ്പം. 1 ഗ്ലാസ് അരിയാണ്. ചോറ് വെക്കാൻ യൂസ് ചെയ്യുന്ന ഏത് 777 അല്ലെങ്കിൽ മട്ട അരി എന്തായാലും കുഴപ്പമില്ല. അത് ഞാൻ രാത്രി വെള്ളത്തിലിട്ട് വെക്കും. അതും കടലയും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അല്ലെ രാത്രിയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ അത് വെള്ളത്തിലിട്ട് വെക്കാം. ഒരു 5-8 മണിക്കൂർ നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ ഇട്ട് വെച്ചാൽ മതി. ഇനി അത് നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കാം. അപ്പോൾ രാവിലെ ഞാനത് നന്നായി കഴുകി വെള്ളം ഊറ്റിയെടുത്തു. നമുക്കിതിന് കുറച്ച് നേരം ഒരു തുണിയിലോ അല്ലെങ്കിൽ പേപ്പറിലോ, ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അരിപ്പയിൽ ഇത് വെള്ളം ഊറ്റി ബാക്കിയുള്ള വെള്ളം കൂടെ ഊറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കാം. ഒരു 1-2 മിനിറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം അങ്ങ് നമുക്ക് ഊറിക്കിട്ടും. ഇതാ ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അത്ര വെള്ളം മാറ്റി. ഇനി നമുക്ക് ഈ അരി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് ആക്കാൻ പറ്റുന്നതാണ്. ഈ അരിപ്പൊടി ഇല്ല എന്ന് വെച്ച് പുട്ടുണ്ടാക്കാതിരിക്കേണ്ട. ഇങ്ങനെയായിരുന്നു പണ്ട് വീട്ടിലൊക്കെ അമ്മ ഉണ്ടാക്കാറ്. കാരണം ഈ പൊടി വാങ്ങിക്കാൻ നമുക്ക് പെട്ടെന്ന് ടൈം വരില്ല. അല്ലെങ്കിൽ പൊടിച്ച് വറുത്ത് വെക്കാനുള്ള ജോലിയും തിരക്കും എല്ലാം വരുന്ന സമയത്ത് നമുക്ക് അതിനൊന്നും ടൈം കിട്ടിയില്ലെങ്കിലും പുട്ടുണ്ടാക്കാം. അപ്പം ഇതേ ഒരു കേസ് എനിക്കിപ്പോൾ വന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നമുക്കിത് പൊടിച്ചെടുക്കാം. ഇതിൽ വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുട്ടുപൊടിയിൽ നമ്മൾ വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം കൂട്ടി കുഴച്ചിട്ടാണ് നമ്മൾ പുട്ട് കുഴക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിന് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഓൾറെഡി വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. നമ്മൾ വെള്ളം കുതിർത്ത് വെച്ച അരിയാണല്ലോ. അപ്പോൾ അതിൽ വെള്ളം ചേർക്കേണ്ട. നമുക്കതിൽ ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് മാത്രം. നല്ല സോഫ്റ്റ് പൊടി തൊടുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റാണ്. അപ്പം ഇതിൽ നമ്മൾ സാധാരണ പണ്ടൊക്കെ വെച്ചാൽ റേഷൻ അരി വെച്ചിട്ടും ഉണ്ടാക്കും. നമുക്കിതിൽ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കാം. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നല്ല സോഫ്റ്റ് പുട്ടായി കിട്ടും നമുക്കിത്. ഇത് ചെയ്ത് നോക്കണം എല്ലാവരും. ഇതിന് വേറെ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെയും ഒരിതും ആവശ്യമില്ല. നമുക്കിനിത് സാധാരണ പോലെ പുട്ടിൻ്റെ ഇതിൽ ഇടാം. ചിരകിയ തേങ്ങ, ഞാൻ തേങ്ങ റെഡിമെയ്ഡ് അല്ല, തേങ്ങ വാങ്ങിച്ച് ചിരകി വെക്കാറാണുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കിട്ടും. ഒരു പുട്ടുകുറ്റിയിൽ 2 പീസ് പുട്ട് അങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കാറ്. അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്യാം. ഈ പുട്ട് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുട്ടുപൊടി അല്ലെങ്കിൽ പൊടിച്ച് വറുത്തുണ്ടാക്കുന്ന പുട്ടുപൊടി വൈകുന്നേരം ആകുമ്പോൾ കുറച്ചൊന്ന് ഹാർഡായി വരും. പക്ഷേ ഇത് വൈകുന്നേരം ആയാലും അതേപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടായിട്ട് തന്നെ നിൽക്കും. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലും അത്രയും അതിൻ്റെ ഒരു ഗുണം മനസ്സിലാവുമല്ലോ. അപ്പം നമുക്കിത് കുക്കറിലോട്ട് വെക്കാം. കുക്കറിൽ സ്റ്റീം വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിലോട്ട് പുട്ട് ഊറ്റി വെക്കാം. പുട്ടുപൊടി ഇല്ല, രാത്രി പെട്ടെന്ന് ഓർമ്മ വന്ന് നമുക്കതങ്ങനെ അങ്ങ് രാവിലത്തേക്ക് പുട്ട് റെഡിയാക്കാം. കണ്ടോ, ഒരു 3 മിനിറ്റോളം സ്റ്റൗവിൽ വെച്ചാൽ മതി.
അപ്പം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ ഈസി ആയിട്ടുള്ള ഒരു പുട്ട് റെസിപ്പിയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതുപോലെ ഈസി റെസിപ്പിയായി ഇനിയും കാണാം. എല്ലാവരും ഒന്നും ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഇതുപോലുള്ള ഈസി റെസിപ്പിയായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. താങ്ക് യു.